ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതെൻ്റെ രണ്ട് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ട്, ഒരു കസിനും, എൻ്റെ ഒരു കസിനല്ല, ബ്രദർ ഉണ്ട്. എൻ്റെ ബ്രദറിൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ആദം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ പേര് ജുവാൻ. അപ്പോൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്തു, എല്ലാവരും കയറിക്കോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആര് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ? ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജുവാൻ നീ എക്സ്പ്ലോർ ചെയ്യും. ഞാനാണെങ്കിൽ ആദ്യം നിനക്ക് എന്ത് ചെയ്യണ്ടേ? വുഡ് കളക്ട് ചെയ്തോട്ടെ. വുഡ് കളക്ട് ചെയ്യ്. അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡ് എടുക്കാം. ജുവാനെ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ ഇല്ലേ വുഡ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യ, എന്നിട്ട് പോയി എക്സ്പ്ലോർ ചെയ്താ പോരെ. സ്പ്രിന്റ് ചെയ്യല്ല, അത്യാവശ്യം വേണ്ട സമയത്തൊക്കെ സ്പ്രിന്റ് ചെയ്താൽ മതി. എന്ന് വെച്ചാലേ ഇപ്പൊ ഒരു ഗോൾഫ് വരുമ്പോ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ തീർന്നു പോകുന്നേ. സ്പ്രിന്റ് ചെയ്യുമ്പോ കൂടുതലായിട്ട് ഇതാവും. ഞാനിപ്പോ അറിയാം സ്പ്രിന്റ് ചെയ്ത്. അങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകും. Okay, no. Okay. പത്താമത്തെ ഇതാ എടാ, ഒരു ലെവൽ 2 എങ്കിലും എത്തിക്കേ. അവിടെ നല്ല സാധനങ്ങളുണ്ടാവും. എല്ലാരും എന്നെ ഫോളോ എല്ലാരും ജുവാനെ ഫോളോ ചെയ്യാം. കമോ, എല്ലാരും വാ, ഇങ്ങോട്ട് വാ. കണ്ടോ, ഇങ്ങോട്ട് വാ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ചെസ്റ്റ് ഉണ്ടാവും. ബോയ്സിന്റെ ടോയ്ലറ്റ് സ്ഥലത്ത് അവിടെ ചെസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും തുറക്കുവാണെങ്കിൽ റൈഫിൾ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ ഇല്ലല്ലോ ചെസ്റ്റ്. അപ്പൊ മറ്റു സ്ഥലത്തായിരിക്കും, അപ്പുറത്താ ജസ്റ്റ് തോന്നുന്നു. കാര്യമല്ല, ഇപ്പുറത്താണോ ചെസ്റ്റ്? ചെസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. അപ്പുറത്തെ സ്ഥലത്തോട്ട് പാടാതമ്മേ. അപ്പുറത്തെ സ്ഥലത്തോട്ട്. എനിക്കൊരു ഗുഡ് സാക്ക് കിട്ടിട്ടാ. ഗുഡ് സാക്ക് കിട്ടിയ ഓക്കെ, ഞാൻ കണ്ടില്ലായിരുന്നു. മറ്റേല് പോയിട്ട് വെറുതെ പോകും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോ. ഞാനിവിടെ എത്തിയേ. എടാ, നമ്മുടെ ഫയർ എല്ലാരും ഇങ്ങോട്ട്. എനിക്ക് ഇതൊക്കെ കിട്ടി. എടാ എല്ലാരും ഹെൽപ്പ്. ഞാനേ എൻ്റെ അനിയനെ ഒന്ന് അങ്ങോട്ട് എത്തിച്ചോട്ടെ ക്യാമ്പ് ഫയറിലേക്ക്. അവനെ ഊർഫൊറ്റൊക്കെ ഉണ്ട്. അവനെ ഭാഗത്തിനൊന്നും പറ്റിയില്ല, കുറച്ച് കുറഞ്ഞില്ല. എടാ, എല്ലാരും ഇത് ചെയ്യാൻ നോക്ക്. എല്ലാരും ഇത് ചെയ്യേ. എനിക്ക് റൈഫിൾ കിട്ടി. വൂൾഫിന്റെ അടുത്തോട്ട് പോകുക. നിങ്ങളൊന്ന് ഇത് ചെയ്യാൻ നോക്കൂടാ. നിങ്ങൾ ഇത് ചെയ്യാൻ നോക്ക്. വുഡ് എടുക്ക്. ക്യാമ്പ് ഫയർ ഇപ്പൊ അടയും. അപ്പൊ നമ്മൾ സർവൈവ് ചെയ്തു. നമ്മുടെ എനിക്കാണെങ്കിൽ എൻ്റെ ഇത് ഗ്ലിച്ച് ഔട്ടാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ വുഡ് കിട്ടൂലെന്നേ, എന്തുകൊണ്ടാ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഗ്ലിച്ച് ഔട്ടാവും, എന്തുകൊണ്ടാ അറിയില്ല. എനിക്കിവിടെ ഫുഡ് വേണമല്ലേ. ഞാൻ ഫുഡ് എടുക്കുന്ന ആളാണല്ലേ. സോറി ഫോർ നമ്മൾ ലാഗ് എടുക്കുന്നോണ്ട് സോറിട്ടോ. എന്താ വെച്ചാൽ എനിക്കിവിടെ PS5 ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് റെക്കോർഡ് അറിയുമ്പോഴൊക്കെ ഞാനാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് അയച്ച് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോഴത്തേക്ക് അത്രയും ലാഗ് ഫീൽ ചെയ്യില്ല.
ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക, പക്ഷെ ഞാൻ ഫുഡ് എടുക്കണ്ടേ. ഓക്കെ, Day 1 ആയി. Day 1. ഡേ 2 ആയി. അപ്പൊ ഞാൻ ഫുഡ് സ്ഥലം വന്ന കേട്ടോ, പക്ഷെ ഇവിടെ ഫുള്ള് വുൾഫോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന്, ഇപ്പൊ ആ മറ്റേ അറ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയോ. എടാ ഇത് വൂൾഫിന്റെ അടുത്തോട്ട് പോയത് ബണ്ണി. ഈ ഒരു ബണ്ണിയാണെങ്കിൽ വൂൾഫിന്റെ അടുത്തോട്ട് പോകാൻ നോക്കി. അതും വൂൾഫാണെങ്കിൽ രക്ഷിക്കൂലേ, സമ്മതിച്ചില്ല. ഇൻഫോ, ഇന്നത്തെ ഇൻഫോ എന്താ? The trader has arrived. അതെന്ത്? അതെ, അതെന്താ വേണ്ട ബണ്ണി ഫുഡ്. ആ ഇൻഫോ ഞാൻ ഓടി എടുത്തായിരുന്നു. സോ ഐ ഓടി എന്റെ അണിന്റെ കണ്ണ് കിട്ടിയിട്ടാ. റൈഫിള് അല്ലല്ലോ, ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറെ ഉണ്ട്. ഇതാരും ഇത് എടുക്കാതെ ഇരുന്നേ, ഞാനാണോ? ഞാൻ എനിക്ക് ഇവിടെ ആയിട്ട് ഒരു പണി എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഫുഡൊക്കെ ചെയ്യാൻ നോക്കുക. എടാ ക്രാഫ്റ്റിംഗ് ബെഞ്ചിലെ എന്താണ് ആരെങ്കിലും ഇല്ലേ മറ്റേ വുഡ് റെയിൻ സ്റ്റോറേജ് ഉണ്ടാക്കാൻ നോക്ക്, അല്ലെങ്കിൽ ലോഗ് വാളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നേ. അതാകുമ്പോ വാളാണെങ്കിൽ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇതിടാം. ഞാൻ വുഡൊക്കെ ഇതാത്ത ആഡ് ചെയ്തിട്ട് ഈ മെഷീനില്. എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ കുറച്ച് പാടായിരിക്കും, അതുകൊണ്ട് അത് കാരണം സോറി കേട്ടോ. മേലിലാണെങ്കിൽ മറ്റേ ഇതുണ്ടെന്നേ, ഇതിന്റെ മേലിൽ കയറുവാണെങ്കിൽ കുറച്ച് നല്ല ലൂട്ടൊക്കെ കിട്ടും. ഞാൻ പോയി നോക്കട്ടെ എന്നാ. ഇതിന്റെ മേല ഈ ഒരു സമയം ഫസ്റ്റ് ആയിട്ടാണ് ഇതിനെ ഫസ്റ്റ് ആയിട്ടാട്ടോ കാണണേ. ഞാൻ കണ്ടുള്ളല്ലോ. റിവോൾവറിന്റെ അത് കിട്ടിയേ, അത് ഞാൻ എനിക്ക് ഞാൻ താഴോട്ട് പാടുവാ. അവിടെ ഞാനും അവനും മാത്രം പൊക്കോളാം. എന്തെങ്കിലും അവിടെ എനിക്ക് റിവോൾവർ കിട്ടിയ എനിക്കറിയാതെ ഞാൻ എവിടെയാ ഞാൻ പറയാം എവിടെയാണ്. ഒരു ടവറിന്റെ ക്ലോസാ. ഓക്കെ, നൈറ്റ് അപ്രോച്ചിങ്. എല്ലാരും പോ. എടാ ഇതെന്തേ ക്യാമ്പ് എന്തേ? അവിടെയാണോ? താഴോട്ട് ഇവിടെ ഒന്നും വല്ലല്ലോ. ഓക്കെ, നോർത്ത് എല്ലാരും പൊക്കോ. എല്ലാരും ഇവിടേക്ക്. ആവശ്യമുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. എനിക്ക് കുറച്ച് ഫുഡ്. അയ്യോ, എനിക്ക് റിവോൾവർ ഒക്കെ കിട്ടിയ. നാളെ വീണ്ടും ഫുഡൊക്കെ കണ്ടുപിടിക്കാം. Somewhere deep in the forest. ഓക്കെ, അത് ഞാൻ സ്കിപ്പ് ചെയ്യണം. അതൊന്നും കാണണ്ട. അതിന്റെ ഉള്ളിലെന്താ? ഒന്നുമില്ല. ഗൈസ്, എടാ ഒരാളില്ലേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെ ഇവിടെയൊക്കെ വെക്കാൻ നോക്ക്. എടാ ചുവണാ നിനക്ക് പറ്റുവോടാ? ഇതുപോലെ വാളൊക്കെ ഇവിടെ വെക്കുവാണെങ്കിൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതായിരിക്കും. ഉണ്ടാക്കാൻ നോക്കട്ടെ. അതാകുമ്പോ നമുക്ക് ടൈം ഇനി എത്ര നേരം ഉണ്ട്, ആ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. കൂടുതൽ മാപ്പ് അതൊക്കെ ഉണ്ടാക്കാൻ നോക്കണം. ആണോ ഞാൻ എക്സ്പ്ലോറർ ആവട്ടെ കുറച്ചു നേരത്തേക്ക്. ഞാൻ കുറച്ചു നേരത്തേക്ക് എക്സ്പ്ലോറർ ആവാം. നീ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ചെയ്യാൻ നോക്ക്. കൂടുതൽ ഞാൻ ഫുഡും കൂടെ എടുക്കാൻ ഞാൻ പോണവരിക്ക്. അപ്പൊ നമ്മളിവിടെ ഓക്കെ. എനിക്ക് സോണൊക്കെ ഇഷ്ടമാണ്. സോണക്കിന്റെ ഡ്രസ്സ് കണ്ട. ആർക്കൊക്കെ സോണൊക്കെ ഇഷ്ടമാണെന്നൊന്ന് കമന്റ് ചെയ്യാമോ? സോണക്കെന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ അതിൻ്റെ ഒരു ബ്ലൂ കളർ ഹാർട്ടും കൂടെ കമന്റ് ചെയ്യട്ടെ. സോണക്ക് പിന്നീട് അതിൻ്റെ കൂടെ ബ്ലൂ കളർ ഹാർട്ടും കൂടെ
ആർക്കൊക്കെ സോണക്കിന് ഇഷ്ടമാണെന്ന് നോക്കാം നമുക്ക്. രാവിലെ ആയല്ലേ, ഞാൻ ഛർദിച്ചില്ല. നീയാണെങ്കിൽ മറ്റേ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ചെയ്താ നോക്ക്. ഞാൻ കുറച്ചേരത്തേക്ക് എക്സ്പ്ലോറർ ആവാം. പോയി കണ്ടുപിടിക്കുക. അത് നമുക്ക് അറ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. എനിക്കറിയാത്. ഞാൻ ചെറുതായിട്ട് കണ്ടായിരുന്നു. അത് മറന്നു. പിന്നെ ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, അത് നമ്മൾ പിന്നീട് പോവാ. പിന്നീട് ഇപ്പൊ പോകണ്ടെന്നേ. ഇപ്പൊ പോകണ്ട, ചാവും. ഞാൻ എക്സ്പ്ലോർ ചെയ്യുമ്പോ തന്നെ കണ്ടുപിടിച്ചോളൂ. ഒരു ക്യാരറ്റ് ഒക്കെ സൈഡിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോ തിന്നാൻ പറ്റും. അത് നിങ്ങളുടെ ഫുഡ് ലോ ആണെങ്കിലേ ഒന്നും നോക്കണ്ട, മറ്റേ റോ ആയിട്ടുള്ള ചിക്കൻ എടുത്ത് തിന്നോ. കുറച്ച് ഹെൽത്ത് മാത്രമേ കുറയുള്ളൂ. എങ്ങനെ അവിടെ ഫുഡ് കഴിക്കും. അതും കൂടെ നോക്കണം, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ചെസ്റ്റ് കിട്ടിയ അത് ഓപ്പൺ ചെയ്യാം. ഒരു റൈഫിൾ ഉണ്ടായാൽ മതി, അതാണ് ഞാൻ പറയുന്നത്. റൈഫിൾ ഉണ്ടായാൽ മതി. ഞാനാണെങ്കിൽ അത് അറിയാതെ എടുത്തുപോയി കറക്റ്റ് സമയം. ഓക്കെ, ഇതാണെങ്കിൽ കുറച്ച് പാടാ. ഇത് എനിക്കിഷ്ടമില്ല. എടാ എപ്പോഴും സ്പ്രിന്റ് ചെയ്യല്ല. അതുകൊണ്ട് ആരെങ്കിലും ഗുഡ് സാക്ക് വേണോ? എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഗുഡ് സാക്ക് ആരെങ്കിലും വേണോ? ഈ ഒരു സ്ഥലത്ത് വന്നുണ്ട്. ഈ സ്ഥലത്ത് മറ്റേ ഇവിടെ ഉണ്ട്, മറ്റേ ആ ടോയ്ലറ്റ്സിന്റെ ഒക്കെ അവിടെ ആയിട്ട് ബാക്കിൽ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെസ്റ്റ് ഉണ്ടാവേ, എടുക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരാൾ വലിയ ചെസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ആയിട്ട് ഞാൻ പോകുന്നില്ല ഇപ്പൊ. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ എന്തായാലും കണ്ടാണ് അവിടെ എന്താ ഉള്ളതെന്ന്. വലിയ ചെസ്റ്റ് ഉണ്ട്, പക്ഷെ അവിടെയാണെങ്കിൽ മറ്റേ അറ്റാക്ക് ചെയ്യാൻ വരൂലേ, അവന്മാരുടെ ബേസ് അത്. ഞാൻ വേറെ ട്രീ ഹൗസ് കണ്ടുപിടിച്ചു ഇവിടെ. അതെടുത്തോ. ഇവിടെ എല്ലാരും നൈറ്റ് അപ്രോച്ച് ചെയ്യുമ്പോഴേ എല്ലാരും പോലെ തിരിച്ചിന്നോടെ അവിടെ തന്നെ ഇന്നോ. എല്ലാരും അതെന്നെ അവിടെ തന്നെ ഇന്നോ. എനിക്കെന്തോ ലെതറിന്റെ ബോഡി കിട്ടിയേ. ഓക്കെ, എല്ലാരും അവിടെ തന്നെ നിൽക്ക്. യാത്രയായില്ലേ? ഓക്കെ, അതും ഓക്കെ. ഞാനൊക്കെ മറ്റൊരു സ്ഥലത്താണ്. അതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാ എങ്ങനെ പറയാ, ഞാനാണെങ്കിൽ മറ്റേ ട്രീ ഹൗസിലുണ്ട്. പക്ഷെ ഇതിവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മൾ യാത്ര വരെ. ഞാനൊരു ട്രീ ഹൗസിൽ ആദ്യമാണെങ്കിൽ ആ വാട്ടർ ടാങ്ക് ഉണ്ട്. അതിന്റെ മേലിൽ വരുവാണെങ്കിൽ ഡിയർ വരുവാണെങ്കിൽ കേറാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ട്രീ ഹൗസിന്റെ സൺഡേയിൽ മേടിക്കുന്നതായിരിക്കും. അല്ല, വേണ്ട, വുഡ് സ്റ്റോറേജ് മേടിക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാലേ ഇപ്പൊ ഫുഡ് വെക്കാൻ പറ്റൂലോ. അതാകുമ്പോ മഞ്ഞ് വീണെങ്കിൽ എന്തോന്ന് സംതിങ് മിസ്റ്റീരിയസ് ഈസ് ഫ്ലൈയിങ് അബവ് യു. ഓ എടാ, ഇത് ഏലിയൻസ് ആടാ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഏലിയൻസാ. അയ്യോ എടാ, ഞാൻ ചാവും. എടാ, ഒരു വൂൾഫ് എൻ്റെ കയ്യിലുണ്ട്. ഒരു വൂൾഫ് ഇവിടെ ഉണ്ട്. ഞാൻ ചെലപ്പോ ചാവൂട്ടാ. വൂൾഫ് എൻ്റെ അടുത്തുണ്ട്. കൂടുതൽ വേറൊരു പ്രോബ്ലം ഉണ്ടെന്നേ. എനിക്ക്. എന്റെ അടുത്തൊരു വൂൾഫ് തന്നെ ഉണ്ട്. ഇതെങ്ങനെയുണ്ട് മേളിൽ കയറി? ഒരു വൂൾഫ് എങ്ങനെ മേളിൽ കയറി? വൂൾഫ് മേളിൽ കയറി. ഓക്കെ, ഞാൻ ഇറങ്ങണേ. ഇൻ 3 ഞാൻ അയ്യോ അവിടെ ഇതുണ്ട്. ഓക്കെ, സ്പ്രിന്റ് ഇറങ്ങിക്കോ. ഞാൻ സത്യം പറഞ്ഞു, ഞാനൊരു വൂൾഫ് ഉണ്ട്. എടാ നമുക്ക് ഒരു നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോ നമുക്ക് ഇത് ചെയ്താൽ മതിയാ. സംതിങ് ഈവിൾ ഈസ് അപ്പ്. എല്ലാരും
ഓക്കെ സംതിങ് ഈവിൽ അപ്രോച്ച്. ഓക്കെ എടാ എല്ലാരും സൂക്ഷിച്ചിക്കട്ടാ. എല്ലാരും ഫുഡ് എടുക്കേ. ഇന്ന് യാത്രയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നേ. ഓ എടാ നീ നല്ല സാധനം ഇത്. നീ എന്തൊക്കെയാ സെറ്റ് ആയിട്ടുള്ള. ഓക്കെ അതുപോലെ നല്ല കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. വേറെ ആരെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. എന്റെ ഫുഡില്ല. നീ ആ ക്യാരറ്റ് ഒക്കെ തിന്നാൻ നോക്ക്. എന്റെയിലും ഫുഡ് കുറവാ. ഞാനതുകൊണ്ട് എങ്ങനെയെങ്കിലും തിന്നാൻ നോക്കുക. ക്യാരറ്റ് എടുത്ത് തിന്നാൻ നോക്കണം. അത് കുറച്ചെങ്കിലും തരുമെങ്കിലേ. പക്ഷെ നമുക്ക് കുറെ എണ്ണം ഇൻഫിനിറ്റ് ആയിട്ടുണ്ടാവൂല്ലോ ഈ മാപ്പിൽ. സൈലന്റ് മാപ്പുണ്ട്. കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഓൾറെഡി. എടാ ഇത് മരം വീണ്ടല്ലേ. സ്റ്റോറേജ് വെച്ചാൽ മതി ഫുഡൊക്കെ. ഫുഡില്ല മറ്റേ സാധനം. പ്ലീസ്. ഇപ്പൊ പോകൂല നമ്മള്. എന്നാ ഇപ്പൊ ഇതായോണ്ട്. സോറി ഫോർ ദ ലാഗ്. എന്തുകൊണ്ടാ എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എടാ നമുക്ക് എനിക്ക് ഫുഡില്ല. അല്ല എല്ലാരും ഫുഡ് എടുക്കാൻ നോക്ക്. ഞാനും ചാവും. എടാ നിക്ക് ഫുഡില്ല. എടാ എല്ലാരും ഒറ്റയ്ക്ക് വിടാ. നമ്മളെന്തായാലും ഈ പ്രാവശ്യം ചാവും. എല്ലാരും വാ. എടാ ഫുഡ് എന്നിട്ട് വാടാ. അത് വാ. എല്ലാരും തിരിച്ചു വാ. ഫുഡ് എന്നിട്ട് വാ. ഇപ്പൊ നിനക്ക് ഫുഡ് ഉണ്ട് എല്ലാവർക്കും. എനിക്ക് ഫുഡില്ല അത്രയും. എനിക്ക് ആകെ ഹാഫൊക്കെ കഴിഞ്ഞില്ലേ. ഓക്കെ നമ്മള് ചാവുവാണെങ്കിൽ പാർട്ട് 2 ആയിട്ട് വരും. അപ്പൊ എല്ലാരും അത് ഇരുന്ന് കാണുക. അപ്പൊ എടാ ജോന് വാ. വേഗം വാ. കുഴപ്പമില്ല. നീ ഓട്. എടാ ഇന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഡേയാ. അതുകൊണ്ട് സൂക്ഷിക്ക്. എനിക്ക് ലാഗ് അടിക്കണോണ്ട് ചിലപ്പോ ഞാൻ ചാവുവേ. സ്കിപ്പി എല്ലാവരും. ഓക്കെ എല്ലാവരും ഐ അലേർട്ടിലായിരുന്നു. അലേർട്ടേ. എനിക്ക് ഫുഡ് നല്ല കുറവാ. എനിക്ക് ഫുഡ് നല്ല കുറവല്ല. പക്ഷെ കുറവാ എന്റേത്. എടാ വന്നു തുടങ്ങി. ഞാൻ ചാവട്ടെ. ഞാൻ ചിലപ്പോൾ ചാവേ. എടാ ഞാൻ ചാവും. ഇതിനകത്ത് കുറെ പേരുണ്ടല്ലോ. സാധാരണ പോലത്തെ അല്ലല്ലോ ഇത്. ഓക്കെ ഗായ്സ് എൻ്റെ അനിയൻ മാത്രം സർവൈവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പാർട്ട് 2 ഇട്ട് വന്നാലോ. ഓക്കെ ഞാൻ ഇൻട്രോ എടുക്കാം. ഓക്കെ ഗായ്സ് അപ്പം നമ്മൾ പാർട്ട് 2 ആയിട്ട് വരാം. എന്താ വെച്ചാൽ നമ്മൾ രണ്ടുപേര് ചത്തു. അതുകൊണ്ട് ഇനി നമ്മൾ ഇതിനെക്കാട്ടും നല്ല ഹൈ അലേർട്ടിലേക്കും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇനി നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 വന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിരുന്ന് കാണുക. ഈ ഒരു വീഡിയോ ഇരുന്ന് കാണുക. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. See you.